ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് എങ്ങനെയാണ് ഒരു നോർമൽ ഇക്വേഷൻ എഴുതുന്നതെന്ന് നോക്കാം. സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ വരുന്നത് ഇങ്ങനെയാണ്. നമുക്കിതിനകത്ത് എങ്ങനെയാണ് ഒരു നോർമൽ ഇക്വേഷൻ വരുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഇക്വേഷൻ നോക്കിയേ, സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷനാണിത്. അതായത് y ഈസ് ഈക്വൽ ടു ax പ്ലസ് ബി. ഇത് ഇങ്ങനെയും ചോദിക്കാം, y ഈസ് ഈക്വൽ ടു a പ്ലസ് ബി എക്സ് ഇങ്ങനെ ചോദിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ s ഈസ് ഈക്വൽ ടു ut പ്ലസ് എഫ് എന്ന് ചോദിക്കാം. എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. നമ്മളിപ്പോൾ ഒരു ഇക്വേഷന് വേണ്ടി മാത്രം എഴുതി അതിൻ്റെ മാത്രം നോർമൽ ഇക്വേഷൻ പഠിച്ചു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് പരീക്ഷയ്ക്ക് സിമ്പിൾ മാറ്റിയോ അല്ലെങ്കിൽ പൊസിഷൻ മാറ്റിയോ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെയാണ് ഒരു നോർമൽ ഇക്വേഷൻ എഴുതുന്നതെന്ന് പറഞ്ഞുതരാം. ജസ്റ്റ് നമുക്ക് തരുന്ന ഇക്വേഷൻ ഏതാണോ ആ ഇക്വേഷനിൽ എത്ര കോൺസ്റ്റൻ്റ് ഉണ്ടെന്ന് നോക്കുക. എ ബി രണ്ട് കോൺസ്റ്റൻ്റ് എങ്കിൽ അത് സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷനാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് 1 2 നോർമൽ ഇക്വേഷൻ ആയിരിക്കും ഉണ്ടാകുന്നത്. ഒന്നാമത്തെ നോർമൽ ഇക്വേഷൻ എങ്ങനെ എഴുതുമെന്ന് നോക്കാം. ജസ്റ്റ് തന്നേക്കുന്ന ഇക്വേഷനിൽ സമ്മേഷൻ അപ്ലൈ ചെയ്യുക. അത് നമുക്ക് തന്നേക്കുന്ന ഇക്വേഷൻ എങ്ങനെയാണ് തന്നേക്കുന്നത് അങ്ങോട്ട് നോക്കിയേ. നമുക്ക് തന്നേക്കുന്നത് y ഈസ് ഈക്വൽ ടു a എക്സ് പ്ലസ് ബി ആണ്. വൈയിൽ ഞാൻ സബ്മേഷൻ അപ്ലൈ ചെയ്തു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? സബ്മേഷൻ y കിട്ടി. ഈക്വൽ ടു എ എക്സിൽ സബ്മേഷൻ അപ്ലൈ ചെയ്യണം. എന്തും ഈ എ എക്സിൽ സബ്മേഷൻ അപ്ലൈ ചെയ്യുന്ന പറഞ്ഞാൽ എക്സ് ക്വസ്റ്റ്യൻ നോക്കി. എക്സ് എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 5 എക്സ് ഉണ്ട്. വൈ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 5 വൈ ഉണ്ട്. അപ്പോൾ ഈ ഓരോ എക്സുകളും ആരാണ്? x1 x2 x3 എക്സെട്ര x5 വരെ ഉണ്ട്. അപ്പോൾ ഈ എ എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ax1 ax2 ax3 ഇങ്ങനെ പോകും അല്ലേ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എടുക്കുന്നത് എന്താണ്? x1 പ്ലസ് ax1 പ്ലസ് ax2 ആണ് നമ്മൾ എടുക്കുന്നത്. അത് നോക്കി, സബ്മേഷൻ y നമ്മൾ എഴുതി. ഇനി എ എക്സിൽ സബ്മേഷൻ അപ്ലൈ ചെയ്തപ്പോൾ ax1 പ്ലസ് ax2 പ്ലസ് ax3 പ്ലസ് എക്സെട്ര പ്ലസ് അങ്ങനെ പോകും. അതിൽ നിന്ന് എ കോമൺ എടുത്തേ. ബാലൻസ് ആരാ? x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 പ്ലസ് x5. അതാണ് ഈ എഴുതിയേക്കുന്നത് എ ഇൻറ്റു സബ്മേഷൻ എക്സ്. ദെൻ ബി എത്ര തവണയാണ് ആഡ് ചെയ്യേണ്ടത്? x1ൻ്റെ കൂടെ ഒരു ബി വരും, x2ൻ്റെ കൂടെയും ബി വരും, x3യുടെ കൂടെയും ബി വരും, x4ൻ്റെ കൂടെയും ബി വരും, x5ൻ്റെ കൂടെയും ബി വരും. ദാറ്റ് ഈസ് 5 പ്രാവശ്യം ബി റിപ്പീറ്റ് ചെയ്ത് ഞാൻ ആഡ് ചെയ്യുകയാണ്. അതുകൊണ്ട് 5 ഇൻറ്റു ബി, അതായത് n ടൈംസ് ഞാൻ ബിയെ ആഡ് ചെയ്യുകയാണ്. അതാണ് n ഇൻറ്റു ബി. അങ്ങനെയാണ് ഈ ഇക്വേഷൻ വരുന്നത്. ഇനി ഈ ഇക്വേഷൻ എങ്ങനെയാണ് അടുത്ത രണ്ടാമത്തെ നോർമൽ ഇക്വേഷൻ ആവുന്നതെന്ന് നോക്കാം. ഇതിപ്പോൾ ഒന്നാമത്തെ നോർമൽ ഇക്വേഷൻ. രണ്ടാമത്തെ നോർമൽ ഇക്വേഷൻ നമുക്ക് തന്നേക്കുന്ന ഇക്വേഷൻ നോക്കുക. ആരാണ് നമുക്ക് തന്നേക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്? y ഈസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി ആണ് നമുക്ക് തന്നേക്കുന്ന ഇക്വേഷൻ. അതിനെ ഒന്ന് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? xy ഈക്വൽ ടു എ എക്സ് സ്ക്വയർ